ചേച്ചി, നാളെ ഇങ്ങോട്ട് വരുവാണെന്നോ? ആ ആ ശരി ശരി ശരി. നാളെ എന്തിനാക്കുന്നത്? ഇന്നലെ ഇങ്ങോട്ട് പോരുന്നേ. ആണോ? എന്നാൽ ശരി, നാളെ ഇങ്ങോട്ട് പോര്. ആ ശരി ചേച്ചി. ആ പറഞ്ഞേക്കാം. ഓ രമേശ് ചേട്ടനോ? ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ജോലിക്ക് പോയിക്കുവാ. ആ മക്കളൊന്നും എണീറ്റിട്ടില്ല. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമേ. നാളെ വരണേ, നാളെ തന്നെ വരണം. ശരി. അമ്മേ അമ്മേ. ആ എന്താടാ? ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം കുടിച്ചോ. കഴിക്കാൻ എന്താ അമ്മേ? കഴിക്കാൻ ഇഡ്ഡലി ചമ്മന്തി. എന്നും ഇടി ഇഡ്ഡലിയും ചമ്മന്തിയുള്ളൂ. ഒരാഴ്ചയായി ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നേലും ഒരു വെറൈറ്റി ഒക്കെ പിടിക്കാമേ. ഞായറാഴ്ച ആയാൽ പോലും ഇഡ്ഡലിയും ചമ്മന്തിയും തന്നെ. ശരി, പിന്നെ നമുക്ക് നാളെ ദോശയും ചമ്മന്തിയാക്കാം. ഓ ഈ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി ശരി, എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞായറാഴ്ച ഉണ്ടാക്കി തരാം. ശരി അമ്മേ. ആ പിന്നെ ഒരു കാര്യം, മക്കൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ള പൈസയ്ക്ക് ഇങ്ങോട്ട് തരണം കേട്ടോ. അത് മക്കൾ ജോലിക്ക് പോയിട്ട് ഉണ്ടാക്കിയ പൈസ ഇല്ലേ, അതെല്ലാം കൂടി അമ്മയുടെ കയ്യിൽ തരണേ. എങ്കിലും അമ്മയ്ക്ക് ഞായറാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റൂ. അമ്മേ ഞാൻ പഠിച്ചോണ്ടിരിക്കുമല്ലോ, എനിക്ക് അവിടെ ജോലി. പിന്നെ അല്ലാണ്ട് ഇവിടെ മരത്തിൽ പൈസ ഇങ്ങനെ തൂക്കി കെട്ടിയിട്ടുണ്ടോ? തോന്നുമ്പോൾ പറിച്ചെടുക്കാനായിട്ട്. എന്താ അമ്മ? ഉള്ളത് വന്നിട്ട് എണീറ്റ് പോകാൻ നോക്കടാ ചക്ക. അവനിപ്പോൾ സ്പെഷ്യൽ വേണം അത്ര, സ്പെഷ്യൽ. ഞാൻ മിണ്ടൂലി ഇനി അമ്മയോട്. ഓ മക്കൾ മുന്നുണ്ടായേ, അത്രയും സമാധാനം. അമ്മ ആയിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തേനെ. എന്താണ് മക്കൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ആര് ചോദിച്ചാൽ ഇപ്പം അമ്മയ്ക്ക് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എന്നാലും എന്നാലുമില്ല, ഞാൻ എടുത്ത് തരാൻ ഭക്ഷണം, അത് കഴിച്ചിട്ട് വെക്കോ. ആ ഇതിന്റെ ഇടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. നാളെ നിന്റെ വല്യമ്മയുടെ മക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് വരുന്നുണ്ടോ? ആഹാ, ഇനി അടിപൊളിയായിരിക്കും. ഇനി എല്ലാ എണ്ണം കൂടി എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്? അല്ലമ്മേ, വല്യമ്മയുടെ വലിയച്ഛൻ്റെ ഒക്കെ വീട് അങ്ങ് ദൂരെ ആയിരുന്നോണ്ട് അവരിങ്ങോട്ട് അധികം വരാറില്ലായിരുന്നല്ലോ. കാരണം വീടങ്ങ് ദൂരെ അല്ലായിരുന്നോ. പിന്നെ ഇന്നെന്താ ഇത്ര പെട്ടെന്ന് വരുന്നെന്ന്, നാളെ തന്നെ ഇങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ മക്കളെ, വലിയച്ഛനും വലിയമ്മയ്ക്കും ഒരുപാട് ജോലിത്തിരക്കല്ലേ. അപ്പം അവർക്ക് കുറച്ച് ദിവസം മുന്നേ വേറെ ഏതോ സ്ഥലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പോകുമ്പം മക്കളെ നോക്കാനായിട്ട് സമയം കിട്ടില്ല. അതുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. പിന്നെ അവരെ അവിടെ ഒറ്റയ്ക്ക് അങ്ങനെ നിർത്താനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അമ്മേനെ വിളിക്കാന്ന് വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ വയ്യ, അച്ഛനാണെങ്കിൽ പിന്നെ അവിടെ വേണ്ടതല്ലേ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും അവരെ വീട്ടിലോട്ട് ചെല്ലാനും പറ്റത്തില്ല, മാത്രമല്ല ദൂരെയല്ലേ. അതുകൊണ്ട് മക്കളെ ഇങ്ങോട്ട് വിടുന്നു. ഓ അങ്ങനെ. ശരി, നീ പോകുമ്പോൾ അവരോടുകൂടി പറഞ്ഞേക്കെ. നീ പോകുമ്പേ അമ്മുവിനോടും അഞ്ജലിയോടും കൂടി പറഞ്ഞേക്കെ. ശരി അമ്മ. ഇവിടെ നിന്നിട്ട് ബോറടിക്കുന്നു. അമ്മയാണെങ്കിൽ പുറത്തും വിടില്ല. അല്ലെങ്കിലും എങ്ങനെ വിടാനാ, ലാസ്റ്റ് പരീക്ഷയല്ലേ വരാൻ പോകുന്നത്. ഇനി ആകെപ്പാടെ ഒരു പരീക്ഷ കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ 2 മാസം അടിച്ച് പൊളിക്കാം. നീ എന്താ എപ്പം നോക്കിയാൽ ഇങ്ങനെ ഫോൺ കളിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ ഫോണിൽ കളിച്ചെന്ന് പറഞ്ഞാൽ നിനക്കെന്ത് പോകാനാ? മാത്രമല്ല എനിക്കാണെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടിക്കും. നീ ഇപ്പോൾ ബോറടിക്കുമെന്ന് തന്നെയല്ലേ പറയുന്നത്. ഞാൻ ഫോണിൽ കളിച്ചെങ്കിലും അതൊക്കെ കേട്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഫോണല്ലാതെ എന്താ വഴി? അതും ശരിയാ. വേറെ വേണം അവിടെ പുസ്തകം വായിച്ച് എപ്പം നോക്കിയാലും ഇരുന്നോളൂ. ഇതിനും മാത്രം പഠിക്കാൻ ഇയാൾക്ക് എവിടെ നിന്നാണോ എന്തോ. 9ൽ പഠിക്കുന്ന എനിക്ക് പോലും ഇല്ല ഇത്രയും പഠിക്കാൻ. അപ്പൊ പിന്നെ ഞാനോ +2 പഠിക്കുന്ന എനിക്ക് പോലും ഇല്ല ഇത്രയും പഠിക്കാൻ. അമ്മ, നീ എന്താ ഇതിന് മാത്രം വായിച്ചോണ്ടിരിക്കുന്നത്? എന്താ നീ വായിക്കുന്നത്? അതൊക്കെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും അറിയുന്നേ? ആദ്യം പറയണം, ചോദിച്ചാലും മറുപടി അറിയില്ല. ഞാൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ ബുക്കാ. അതിന് നീ ഇപ്പം 7ലായിട്ടല്ലേ ഉള്ളൂ. പിന്നെ നീ എന്തിനാ 8ലെ ബുക്ക് പഠിക്കുന്നേ? ഓൾറെഡി ഞാൻ 7ാം ക്ലാസ്സിലെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ ഇപ്പോഴേ പഠിക്കാമെന്ന് വിചാരിച്ചു. ബെസ്റ്റ്. പക്ഷേ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ. അത് പിന്നെ ഇത് നിന്റെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റാ. എന്റെയോ? എടി പൊട്ടി, നീ എന്റെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സിലബസ് മാറിയ കാര്യം നീ ഇതുവരെയായിട്ട് അറിഞ്ഞില്ലേ? അത് ഇത്രയും വലിയ പഠിപ്പിയായിട്ടും. പൊട്ടി. സിലബസ് മാറിയെന്നൊന്നും എന്നോടാരും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ പഠിച്ചോണ്ടിരുന്ന ഫോണിലൊന്നും നോക്കാതിരുന്ന ഒന്നും മനസ്സിലാവില്ല. ഫോണിലെ ഞങ്ങൾ ഗെയിമും യൂട്യൂബിലെ റീൽസും മാത്രമൊന്നുമല്ല കാണുന്നത്, അല്ലാതെ കുറച്ച് വാർത്തയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ അതിലിപ്പം പത്രമൊക്കെ വായിക്കണം. ഇത്രയും പഠിച്ചത് വെറുതെ അല്ലോ. അത്രയ്ക്ക് വെറുതെ ആവത്തൊന്നുമില്ല. ഇതിന് ചിലതൊക്കെ അടുത്ത വർഷം വരുമായിരിക്കും. സോറി, ഈ വർഷം വരുമായിരിക്കും. ഭാഗ്യം. എങ്കിൽ പിന്നെ എന്തായാലും ഞാൻ ഇനിയിപ്പം ഈ ബുക്ക് വായിച്ചിട്ട് വല്ല കഥാബുക്കും വായിക്കാൻ പോവാം. എന്തായാലും ഞാൻ നിങ്ങളെ പോലെ ഇങ്ങനെ കളിച്ചും ഫോണിൽ കളിച്ചൊന്നും എന്തായാലും ഇരിക്കാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളെ പോലെ ടൈം വേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആയിക്കോട്ടെ എന്റെ പഠിപ്പി. ഞാനങ്ങനെ പറയാണോ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കരുതെന്ന്. വിളിച്ചാൽ നീ എന്ത്? അമ്മ, അവൾ തുടങ്ങി അവളുടെ അഭിനയം.
പറഞ്ഞാലുണ്ടോ ഈ കരച്ചില്. ഈ കര എന്തൊക്കെയൊന്നും നോക്കണമല്ലോ. എന്തൊക്കെ പിള്ളേരെ രാവിലെ തുടങ്ങിയോ? അമ്മേ ഈ ചേച്ചിനെ പഠിപ്പിന്ന് വിളിച്ച് കളിയാക്കി. ഓ അതിനാണ് ഇപ്പത്തേക്കും പഠിപ്പിന്ന് വിളിച്ചോ. നല്ല കാര്യമല്ലേ മോളെ. പഠിപ്പിന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേര്. അവളിപ്പോ അങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇല്ലമ്മേ അങ്ങനെ വിളിച്ചാൽ കളിയാക്കുന്നതാ. നിങ്ങൾ എപ്പോഴും എന്നെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. കെലി കൊച്ചിനോട് വഴക്കുണ്ടാക്കാനാണ് പണി. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നുമില്ല. എപ്പോഴും കെലി കൊച്ചിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നോളൂ. ഞാൻ അടുക്കളയിലോട്ട് പോവാം. ഇനി ഇവിടുന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടാ ചൊണ്ടെണ്ണത്തിന് എന്റെ നിൽക്കുന്ന നല്ലത് കിട്ടും. ഞാനൊന്നും ചെയ്തില്ല. പത്രം കിട്ടാം അതൊന്നും എനിക്കറിയണ്ട. ഞാൻ അടുക്കളയിലോട്ട് പോവാം. ഇനി ഇവിടുന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടാ ബാക്കി ഞാൻ അപ്പൊ പറയാം. സമാധാനമല്ലോ നിനക്ക് സമാധാനമല്ലോ. ഞാനാണ് തുടങ്ങിയത്. നീ അല്ലേ പഠിപ്പിച്ച് വിളിച്ചു തുടങ്ങി. ഓ രണ്ടു വന്നിടത്ത് എത്ര നേരമായി. നീ പറ ചേട്ടാ. എന്നെ വിളിക്കാൻ മാത്രമായോ? ഇവിടെ മര്യാദക്കിരുന്നു. ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നതല്ല കോൺസെൻട്രേഷൻ കളയാതെ ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത്. ആണോ വലിയ കാര്യമായി പോയി. അല്ല ചേട്ടാ അവര് വരുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ആര്? നമ്മുടെ ശ്രീയും നീതുവും അഞ്ജുവും. ഓ അവര് മൂന്നുപേരും വരാൻ വൈകുന്നേരം ആവും. ട്രെയിനൊക്കെ കയറി വരണ്ടേ? അത് ഞാൻ ഓർത്തില്ല. എനിക്ക് തലവേദന എടുക്കുന്നു. ഞാൻ ഒളി പോവാ. അവര് വരുവാണെങ്കിൽ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞേക്കണേ. ശരി നീ പോയി കിടന്നു.